ഇന്ന് ഹെൽത്തി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാം. അപ്പോൾ 2 ഉരുളൻകിഴങ്ങ് വേവിച്ച് വെച്ചതാണ്. അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടതിന് ശേഷം നമുക്ക് എന്തെങ്കിലും സ്മാഷർ ഉപയോഗിച്ചിട്ട് നമുക്കത് ഉടച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഉടച്ചെടുക്കുകയാണ്. സ്പൂൺ വെച്ചിട്ട് അതിലുടച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉടച്ചതിന് ശേഷം അതിലേക്ക് ഓരോന്നോരോന്ന് ചേർക്കാം. അപ്പോൾ ആദ്യം ചേർക്കുന്നത് ഞാനൊരു സബോള ചെറുതായി ഇങ്ങനെ കൊത്തി കൊത്തി അരിഞ്ഞെടുത്താണ് കേട്ടോ. അപ്പോൾ അതിന് ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു പച്ചമുളക്, ഒരു ചെറു കഷ്ണം ഇഞ്ചി, വേപ്പില, ഇത് 3 ചതച്ചത് ഞാൻ അതിലിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 മുട്ട. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഇതാദ്യം തന്നെ നമുക്കതിലേക്ക് നന്നായി ചേർത്ത് കൊടുക്കാം. ഉരുളൻകിഴങ്ങിലേക്ക് അടിച്ചെടുത്ത് ചേർക്കാം. പിന്നെ അതിൽ ഒരു തക്കാളി വളരെ നനന്നനെ അരിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അതിൽ പൊടികളെന്ന് പറഞ്ഞാൽ ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂണ് കുരുമുളക് പൊടി, 1/2 സ്പൂണ് ഗരം മസാല. പിന്നെ അതിൽ ചേർത്ത് ഞാൻ ഒരു ഗ്ലാസ്, ചെറിയ ഗ്ലാസ്സാണ് കേട്ടോ, ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടിയും 1/2 ഗ്ലാസ് റവയാണ് ചേർത്ത്. അത് ഞാൻ പറഞ്ഞത് ഹെൽത്തിയായ ഒരു ഈവനിങ് സ്നാക്കാണ്. എല്ലാതും അതിൽ ചേർത്തിട്ടുള്ളത് ഹെൽത്തി ആയിട്ടുള്ളതാണ്. നിങ്ങളുടെ അതിൽ ഇത്തിരി മല്ലിയിലേക്ക് ഇനി ഇട്ട് കൊടുക്കണ്ട. അപ്പം എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടില്ല മാത്രം. അപ്പോൾ അതിൽ ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കിയതിന് ശേഷം നമ്മൾ ഈ കട്ട്ലേറ്റിന് എടുക്കില്ല, അതേപോലെ നമ്മൾ ചെറിയ ഉരുളയായിട്ട് എടുത്തിട്ട് ഒന്ന് കയ്യിലിട്ടിട്ട് പരത്തി കൊടുത്തിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. ഇതിൽ ചേർത്തത് ഗോതമ്പ് റവയൊക്കെ ആയ കാരണം കുട്ടികൾക്കൊരു ദോഷം വരുന്ന കാര്യങ്ങളല്ല. അതേസമയം ഇതിലൊരു 2 എണ്ണം അവർ കഴിച്ച് കഴിഞ്ഞാൽ അവർക്ക് വിശപ്പ് മാറും ചെയ്യും. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമായിട്ട് കിട്ടും ചെയ്യും. അവർ കഴിക്കുകയും ചെയ്യും. ചായക്ക്, കട്ടൻ ചായക്കൊക്കെ ഇത് ബെസ്റ്റാണ് കേട്ടോ. നല്ലൊരു എരിവുള്ള പലഹാരമായതുകൊണ്ട് എനിക്കിഷ്ടമാണ്. ഒരെണ്ണം കഴിച്ചാൽ നമുക്ക് വിശപ്പ് മാറും ചെയ്യും കേട്ടോ. കുട്ടികൾക്കൊക്കെ ഓടിക്കളിച്ചും ഒക്കെ ക്ഷീണിതരായിട്ടൊക്കെ വരണമല്ലേ. അപ്പം ഇങ്ങനത്തെ കൊടുക്കുമ്പോൾ വളരെ ഇഷ്ടമാവും അവർക്ക്. അപ്പോൾ ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ അപ്പം തന്നെ മറിച്ചിടണ്ട കേട്ടോ. കുറച്ച് നേരം ഒന്ന് ഇട്ടിട്ട് ലോ ടു മീഡിയത്തിൽ വെച്ചിട്ട് നമ്മൾ ഇത് ഇട്ടിട്ട് ഇങ്ങനെ കുറച്ച് നേരം ഒരു 5 അടിഭാഗം ഒന്ന് ഇതായ പോലെ തോന്നുമ്പോൾ നമുക്ക് മറിച്ചിടാം. അപ്പോൾ കട്ട കുത്തി ഇടണ്ട. അപ്പോൾ ഇതിൽ എനിക്കൊരു 4 എണ്ണം ഇടുന്നുണ്ട്. ഞാൻ നോക്കട്ടെ, പറ്റില്ലെങ്കിൽ പിന്നെ ഇനി 3 എണ്ണം ഇടുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് നമ്മൾ ഇട്ടാൽ മതി. 4 എണ്ണം ഇടാൻ പറ്റുന്നു. ഇത്രേ വേണ്ടു. അപ്പോൾ ഒരു ചെറിയ ഗ്ലാസ്സാണ് കേട്ടോ ഞാൻ ഗോതമ്പ് പൊടി എടുത്ത്. അതിൻ്റെ തന്നെ ചെറിയ ഗ്ലാസ്സിൽ, ആ ചെറിയ ഗ്ലാസ്സിൽ തന്നെ പകുതി റവ എടുത്തുണ്ട്. അപ്പോൾ ഞാനിങ്ങനത്തെയൊക്കെ ഉണ്ടാക്കുമ്പോൾ പറയും, അപ്പോൾ കഴിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. മുട്ടയായാലും ഉരുളൻകിഴങ്ങൊക്കെ നല്ലതാണ്. ചെന്നോട്ടെ, കുട്ടികളുടെ വളർച്ചയ്ക്ക് വളരെ നല്ലതാണ്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ നമ്മൾ ഈ കടയിൽ നിന്നൊന്നും വാങ്ങി കൊടുക്കാണ്ടേ നമ്മളിങ്ങനെ ഉണ്ടാക്കി വയ്ക്കുമ്പോൾ അവർ വല്ലതും കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരെണ്ണം ഇപ്പോൾ കഴിച്ചു, അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ ഒരെണ്ണം കൂടി എടുത്ത് കൊടുത്തു, അതങ്ങനെ കഴിച്ചു. അപ്പോൾ അതൊക്കെ അവരുടെ ശരീരത്തിൽ അങ്ങനെ ചെല്ലും. വലിയ എണ്ണയൊന്നും കുടിക്കില്ല. നമ്മൾ ഈ അരിപ്പ പോലത്തെ ഒരു ഇതുകൊണ്ട് എടുത്തിട്ട് പിന്നെ ഒരു അരിപ്പ പോലത്തെ പാത്രത്തിൽ തന്നെയാണ് ഞാനിത് വയ്ക്കുക. അപ്പോൾ ഒട്ടും എണ്ണ കുടിക്കാതെ നമുക്ക് എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. വലിയ കാര്യങ്ങളൊന്നും ഇതിലില്ലല്ലോ. വയറിനൊന്നും കേടുവരാത്ത ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ്. അല്ലാണ്ട് എണ്ണയൊന്നും ഇതിൽ കുടിക്കില്ല കേട്ടോ. ഞാൻ ഉണ്ടാക്കിയാലൊന്നും അങ്ങനെ എണ്ണ കുടിക്കലൊന്നുമില്ല.
കുട്ടികൾക്ക് ഉണ്ടാക്കാൻ പലഹാരം ഉണ്ടാക്കാൻ നോക്കുമ്പോൾ നമ്മൾ അതിൽ ചേർക്കണ സാധനങ്ങളൊക്കെ അവർക്ക് പറ്റിയതാണോ എന്നൊക്കെ ഒന്ന് നോക്കിയിട്ടൊക്കെ ഉണ്ടാക്കാറാണ് ഞാൻ പതിവ്. കാരണം വല്ലതും ചെല്ലുമ്പോൾ അവർക്ക് ഉപകാരപ്രദമാണല്ലോ. അതുകൊണ്ട് അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇത്രയേ വേണ്ടൂ, ഓരോന്ന് 2 എണ്ണമൊക്കെയാണ് വേണ്ടൂ. പക്ഷെ ഉള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പലഹാരമാണ്. അപ്പോൾ കട്ടൻ ചായ കുടിക്കാൻ പോവുകയാണ് ഞാൻ. അപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്ത് കഴിക്കണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. താങ്ക് യു, ബൈ.